بسم الله الرحمن الرحيم ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹീഹുൽ ബുഖാരിയിലെ രണ്ടാമത്തെ ഹദീസിലെ സനദുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നാം ഉള്ളത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയത്ത് ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ. ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉർവത്ത് ബിൻ സുബൈർ എന്നിവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു അൻഹയുടെ പുത്രനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉർവത്തിനക്ക് ഇളയമയാണ്. അതുകൊണ്ട് തന്നെ ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തന്നെ പലപ്പോഴും ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റാവികളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ടവരാണ് ഉർവത്ത് എന്നവർ. ആയിഷ റളിയല്ലാഹു അൻഹു വലിയ ധർമ്മിഷ്ഠയായിരുന്നു. അതേ ധർമ്മിഷ്ഠൻ തന്നെയാണ് അത് കണ്ട് പഠിച്ച് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ നല്ല മദീനത്ത് വലിയ തോട്ടമുള്ള ആളായിരുന്നു. ആ തോട്ടം ഫുള്ള് മതിൽ കെട്ടി ഒരാൾക്കും അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ മതിൽ കെട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് തോട്ടം നോക്കുന്ന ആളാണ്. എന്നാൽ ഈത്തപ്പഴം പഴുത്ത് പാകമായാൽ ആളുകൾക്ക് ഇഷ്ടം പോലെ കടന്നു ചെന്ന് പറിച്ചെടുക്കാൻ വേണ്ടി അതിലേക്ക് ഗേറ്റ് തുറന്ന് ഇടൽ പതിവായിരുന്നു. ഇഷ്ടമുള്ളവർ എത്രയും പറിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഹലാലാക്കി കൊടുക്കലാണ് ജനങ്ങൾക്ക്. ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് ഹിജ്റ പോകുന്നതിൻ്റെ 8 വർഷം മുമ്പാണ്. ഹിജ്റയുടെ 8 വർഷം മുമ്പ് മരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ച് വീഴുന്നത് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വീട്ടിലേക്ക് വന്നും പോയി നിൽക്കുന്ന സമയത്താണ്. ചെറിയ കുട്ടിയായ കാലത്ത് തന്നെ തങ്ങൾ ആയിഷ ബീവിയെ കാണുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലെ റസൂലുള്ളാഹി തങ്ങളെ അന്ന് മുതലേ കാണാൻ തുടങ്ങിയതാണ്. കാരണം ആ വീട്ടിലേക്ക് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ അധിക ദിവസവും വരുന്നതാണ്. അത്രയും ബന്ധമാണല്ലോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത് ഹിജ്റ പോകുന്നതിൻ്റെ 2 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 2.5 കൊല്ലം മുമ്പ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ശവ്വാലിലാണ് നിക്കാഹ് നടക്കുന്നത്. അന്ന് നടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് 6 വയസ്സാണുള്ളത്. അതല്ല 6 കൂടുതൽ 7 എന്നും അഭിപ്രായമുണ്ട്. ലോകത്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദികൾ ധാരാളമുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത മഹദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് 2210 ഹദീസുകളാണ്. അതിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഇത്തിഫാക്കായ ഹദീസുകൾ 174. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, മുസ്ലിം റിപ്പോർട്ട് ചെയ്യാതെയുള്ള ഹദീസുകൾ 54. മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാത്ത ഹദീസുകൾ 58. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാതിരി തന്നെ എല്ലാ സമയത്തും ആയിഷ ബീവി കൂടെ ഉണ്ടാവില്ല, യാത്രകളിലും മറ്റുള്ള സമയത്തും. അങ്ങനെയുള്ള സമയത്തെല്ലാം പഠിച്ച സ്വഹാബികളുടെ വക്കൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാർ റളിയല്ലാഹു അൻഹും അവർ പറയുന്നത് സുഹ്രി ഇമാം പറയാണ്. സുഹ്രിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വലിയ ചർച്ചകൾ വരുന്നുണ്ട്.
ലൗ ജമഅ ഇൽമുൻ നാസി കുല്ലിഹിം വഉമ്മഹാത്തിൽ മുഅ്മിനീന ലകാനത് ആയിഷത്തു ഔസഅഹും ഇൽമാ റവാഹുൽ ഹാക്കിം ഫിൽ മുസ്തദ്രക്. ലോകത്തുള്ള എല്ലാ ഇൽമും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ഇൽമും എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമ് അവരെല്ലാവരുടെ ഇൽമിനേക്കാളും വിശാലമായതാകും. ഇമാം ഹാക്കിം അബു അബ്ദില്ല അവർ പറയാണ്, ഹുമില അൻഹാ റുബ്ഉ ശരിയ, ശരീഅത്തിന്റെ റുബ് ഇവിടെ പ്രചരിപ്പിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ദീനിൻ്റെ 4/1 ഇവിടെ ലോകത്ത് പ്രചരിപ്പിച്ചത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ആയിഷ ബീവിയെ സംബന്ധിച്ച് ആണുങ്ങളിൽ വെച്ചും പെണ്ണുങ്ങളിൽ വെച്ചും ഏറ്റവും വലിയവർ എന്നുള്ള പേര് അവർക്ക് കിട്ടിയത്. ബഹുമാനപ്പെട്ട ഹാക്കിം മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്യാണ് 4-ാം ജുസ് 11-ാമത്തെ പേജിൽ عن ابن سيرين عن الأحنف بن قيس رضي الله عنه ابن سيرين محمد بن سيرين റിപ്പോർട്ട് ചെയ്യാണ്, قال سمعت خطبة أبي بكر وعمر وعثمان وعلي رضي الله عنهم. سيدنا أبي بكر, سيدنا عمر, سيدنا عثمان, سيدنا علي, ഈ 4 റളിയല്ലാഹു അൻഹും വൽ ഖുലഫാഇ ബഅദഹും, ഈ 4 ശേഷമുള്ള ഖലീഫമാരെ തൊട്ടും ഞാൻ ഹദീസുകളെ, ഞാൻ ഖുതുബകളെ, പ്രസംഗങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫമാ സമിഅതുൽ കലാമ മിൻ ഫമിൻ മഖ്ലൂഖിൻ അഫ്ഖമ വലാ അഹ്സന മിൻ ഫി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബഹുമാനപ്പെട്ട വായിൽ നിന്ന് വന്ന അത്രയും ഭംഗിയും അത്രയും ഗാംഭീര്യവുമുള്ളതായ ഒരു സംസാരം ഒരു മഖ്ലൂഖിനൊക്കെ ഞാൻ കേട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ വരുമ്പോൾ തന്നെ അതൊരു പ്രത്യേക മധുരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾക്കുണ്ടാകുന്ന ഒരു മാധുര്യമുണ്ട്. അതേമാതിരിയുള്ള മാധുര്യം ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിലേക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും അനുഭവിക്കാൻ കഴിയും. ഹാഫിദ് അബു ഉമർ ബിൻ അബ്ദുൽ ബർ എന്നിവർ പറയാണ്, ഇന്നഹാ കാനത്ത് വഹീദത്ത് അശ്രിയാ ഫീ സലാസത്തി ഉലൂം. ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് 3 വിദ്യയിൽ 3 വിഷയത്തിൽ അന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ട ആളായിരുന്നു. അവർക്ക് നദീറില്ലാത്തവരായിരുന്നു, തുല്യതയില്ലാത്തവരായിരുന്നു ആയിഷ ബീവി. ഏതാ? 1 ഫിഖ്ഹ്, 1 തിബ്, 1 ഇൽമു ശിഅർ, കവിതകളുമായി ബന്ധപ്പെട്ട ഇൽമ്. ഇൽമുൽ ഫിഖ്ഹ്, ഇൽമു തിബ്, ഇൽമു ശിഅർ. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ ചികിത്സയിൽ വളരെ മുന്തിയവരായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വക്കൽ നിന്നും മറ്റുള്ളവരക്കൽ നിന്നും പഠിച്ചവര്. വലിയ ഇൽമു തിബിൽ മികച്ചവരായിരുന്നു, ഇൽമു ശിഅറിലും മികച്ചവരായിരുന്നു, ഇൽമുൽ ഫിഖ്ഹിൽ പറയും വേണ്ട. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിശുവിവാഹം നടത്തി. ഇന്ന് വലിയ ആക്ഷേപമാണ്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്തവർ തന്നെ ധാരാളം വിവാഹങ്ങൾ, ചെറിയ ചെറിയ കുട്ടികളെ വിവാഹം ചെയ്ത ചരിത്രത്തിലുണ്ട്. അതെല്ലാം മറച്ചു വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചീത്ത പറയാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടി, മാനം കെടുത്താൻ വേണ്ടി പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിക്കാഹ് ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിക്കാഹ് ചെയ്ത പശ്ചാത്തലം എന്താണ്? പരിശുദ്ധ ഖുർആൻ അതുമായി എന്താണ് പറയുന്നത്? വളരെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കുന്നൊരു ജോലിയുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ.
വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. സൂറത്തുൽ അഹ്സാബ് 34-ാമത്തെ ആയത്ത് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. മുഫസ്സിരീങ്ങൾ ആയത്തിന് അർത്ഥം വെക്കുന്നത് എന്താ? വദ്കുർന, നബി തങ്ങളുടെ ഭാര്യമാർ, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. സൂറത്തുൽ അഹ്സാബ് 32-ാമത്തെ ആയത്ത് അവിടുന്ന് അങ്ങനെ തുടങ്ങുന്നത്. യാ നിസാ അൻ-നബി, നബി തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയാണ്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി വദ്കുർന, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മാ യുത്ലാ ഫീ ബുയൂതികുന്ന, ഇമാം അബു സഈദ് അവരുടെ തഫ്സീറിൽ പറയാണ് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന ഐ വദ്കുർന ലിന്നാസി ബിത്വരീഖിൽ ഇവതി വത്തദ്കീരി മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓതപ്പെടുന്നതായ ഓതപ്പെടുന്നതിനെ ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഉപദേശവും വഅളുമായി പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ ഓതപ്പെടുന്ന ഒന്നെന്താ? മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആയത്തുകളാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാലും. ഹിക്മത്ത് എന്ന് പറഞ്ഞ സുന്നത്തിനെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, അത് ജലാലൈനി അടക്കം വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ തഫ്സീറിലും അത് മബ്സൂദ് മാത്രമല്ല. ജലാലൈനി പറഞ്ഞെന്താ? വൽ ഹിക്മ ഐ സുന്നത്തി മിൻ ആയാതില്ലാഹി അൽ ഖുർആൻ വൽ ഹിക്മത്തി അസ്സുന്ന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും അല്ലാഹു നബി തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്ന ഖുർആനിനെയും, ഇത് രണ്ടിനെയും നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നിങ്ങളെ ഡ്യൂട്ടിയാ. ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. ഇതാണ് മഹാന്മാരായ അയിമ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാർ അധിക പേരും, ആദം നബിനെ പോലെയുള്ള ഒഴിവാക്കിയാൽ ബാക്കിയുള്ള പ്രവാചകന്മാർ എല്ലാവരും പല വിവാഹം ചെയ്തവരാണ്. എന്തിനാണത് ചെയ്യുന്നത്? ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. അവർക്ക് ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മുഗ്നി ശംസുദ്ദീൻ മുഹമ്മദ് ഖത്തീബ് സിർബീനി അവരുടെ മുഗ്നിൽ മുഹ്താജ് അതിൽ പറയാൻ, നിക്കാഹിന്റെ ബാബിൽ പറയാണ് വകസ്റത്തു സൗജാതി في حقه صلى الله عليه وسلم للتوسعة في تبليغ الأحكام عنه الواقعة سرا مما لا يطلع عليه الرجال. ആണുങ്ങൾക്ക് വെളിവായി മനസ്സിലാക്കാൻ കഴിയാത്ത, ഭാര്യമാർ മാത്രം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനുള്ള ഹുക്കുമുകളെ വേണ്ടതുപോലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം. അതിനിക്ക് ഭാര്യമാർ തന്നെ വേണം. അതാണ് ഭാര്യമാർ അമ്പിയാക്കൾക്ക് വർദ്ധിക്കാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാത്തിനിയായ രഹസ്യമായ നന്മകൾ ധാരാളമുണ്ട്. അത് പുറത്തേക്ക് ഉദ്ധരിക്കാനും. فإنه صلى الله عليه وسلم تكمل له الظاهر والباطن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറത്തേക്ക് ഒരു സ്വഭാവവും ഉള്ളിലൊരു സ്വഭാവമല്ല, എല്ലാം പരിപൂർണമാണ്. നബി തങ്ങളുടെ സ്വകാര്യ ജീവിതം, ആ ജീവിതം പൊതുജനങ്ങൾ അറിഞ്ഞിട്ട് അതാ നിനക്ക് ജീവിക്കണമെങ്കിൽ അതിവിടെ പുറത്തേക്ക് അറിയിക്കാൻ ആളുകൾ വേണം. മറ്റുള്ളവരെ മാതിരി ഉള്ളിൽ വന്നാൽ ഭാര്യനോട് ചോദിച്ചാൽ അവനെ ശപിക്കുന്ന രീതിയുണ്ട്. വീട്ടിൽ അവൻ്റെ സ്വഭാവം മറ്റൊന്നായിരിക്കും. പുറത്തേക്ക് നല്ല ഡ്രസ്സ് അണിഞ്ഞ് മേക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങിയവൻ നല്ല മാന്യനാണ്. പക്ഷെ ഉള്ളിൽ അവൻ പെരും കള്ളനായിരിക്കും, വഞ്ചകനായിരിക്കും. അങ്ങനെ ഉള്ളറിയുന്ന ആളുകൾ
സാധാരണഗതിയിൽ ഒരു ഭർത്താവിനെ പറ്റി ഭാര്യയ്ക്ക് ഉള്ളു മുഴുവനും പറയാൻ പറ്റുകയില്ല. കാരണം അവരുടെ അടുക്കൽ ധാരാളം തമ്മാടിത്തരങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ അമ്പിയാക്കൾ അങ്ങനല്ല. അവരുടെ ഉള്ളും പുറവും പരിപൂർണമാണ്. ഒരു പോരായ്മയും ഒരാൾക്ക് പറയാനുണ്ടാവില്ല. അത് മാതൃകയാക്കേണ്ടതാണ്. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ ആളുകൾ വേണം. അതിനാണ് അമ്പിയാക്കൾ കല്യാണം ധാരാളം കഴിക്കുന്നത്. ഒരു കാര്യം അതാണ്. വനക്കലി മഹാസിനിഹിൽ ബാത്തിന. അപ്പം ഈ രണ്ട് കാര്യത്തിനാ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്കാമുകളെ എത്തിച്ചു കൊടുക്കാനും നബി തങ്ങളുടെ രഹസ്യമായ ഗുണങ്ങളെ ഉദ്ധരിക്കാനും വേണ്ടിയാണ്. വളരെ സത്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം സ്ത്രീകൾ നബി തങ്ങളെ ആലോചിച്ച് വരലുണ്ട്. എന്താണ് അതിനൊക്കെയുള്ള കാരണം? നബി അമ്പിയാക്കൾ ധാരാളം കല്യാണം കഴിക്കുന്നവരാണ് എന്നുള്ളത് ലോകത്തറിയപ്പെട്ട വിഷയമാണ്. ഖൈബറിലെ ചില ജൂതന്മാർ നബി തങ്ങളെ കളിയാക്കി ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചു എന്നു. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ എന്താണ് മറുപടി കൊടുത്തത്? മാ കാന അലൻ നബിയ്യി മിൻ ഹറജിൻ ഫീമാ ഫറളല്ലാഹു ലഹു സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ൽ വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. അൽ-അഹ്സാബ് 38. കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കി ഒന്നിൽ യാതൊരു കുറ്റവും നബി തങ്ങൾക്കില്ല. ഇത് നബി തങ്ങൾക്കത് ഫർളാണ്. ദീനിൻ്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അധികവും ഒരാളോ രണ്ടാളോ മൂന്നാളോ പോരാ, കൂടുതൽ ആളുകൾ വേണം. അപ്പോഴേ അത് സ്വീകരിക്കപ്പെടുള്ളൂ. അല്ലെങ്കിൽ പലതിനെയും നിഷേധിക്കപ്പെട്ടേക്കാം. ധാരാളം ആളുകൾ വേണം. എന്നിട്ട് അല്ലാഹ് പറയാണ് സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ൽ വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുള്ള കഴിഞ്ഞു പോയതായ അമ്പിയാക്കളിലുള്ള സുന്നത്താകുന്നു. അമ്പിയാക്കളുടെ ചര്യയാണ് ധാരാളം കല്യാണം മംഗലം കഴിക്കുക എന്നുള്ള നിക്കാഹ് ചെയ്യുക എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ സ്വഭാവമാണത്. ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്നു, യഅനി കാന ശർഉ മൻ തഖദ്ദമഹു കദാലിക കാന യതസവ്വജുൽ അംബിയാഉ ബിനിസ്വത്തിൻ കസീറത്തിൻ അബ്കാരിൻ വ മുതല്ലഖാത്തിൽ ഗൈരി. കണ്ടോ? കഴിഞ്ഞു പോയ അമ്പിയാക്കളായിരുന്നു ധാരാളം കല്യാണം കഴിക്കുന്നവരായിരുന്നു, കന്യകളെയും മറ്റുള്ളവർ ത്വലാഖ് ചൊല്ലിയവരെയും. അത് തന്നെ റൂഹുൽ മആനിയിലും കാണാം. ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയപ്പോ, നിസാരമാക്കിയപ്പോ അല്ലാഹു തആല കൊടുത്ത മറുപടിയാണ്, നബി തങ്ങളെ മാത്രം പ്രത്യേകതയില്ലല്ലോ, മറ്റുള്ള നിങ്ങൾക്ക് അമ്പിയാക്കളെ പറ്റി അറിയില്ലേ? മറ്റുള്ള അമ്പിയാക്കളും അങ്ങനെ തന്നെയല്ലേ? ജനങ്ങളുടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഈ വാചകം നിങ്ങൾ പറയുന്നത് ചരിത്രം അറിയാത്തത് കൊണ്ടല്ല, ചരിത്രം മറച്ചു വെച്ചുകൊണ്ടാണ്. അതാ റൂഹുൽ മആനി പറഞ്ഞതാ, يروى أن اليهود قاتلهم الله تعالى عابوه عاشاه من العيب صلى الله عليه وسلم بكثرة النكاح وكثرة الأزواج فرد الله تعالى عليهم بقوله سبحانه سنة الله الآية. ജൂതന്മാരെ അല്ലാഹു നശിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരൈബും തന്നെ ഇല്ല. ആ നബി തങ്ങളെ സംബന്ധിച്ച് നിക്കാഹ് അധികരിക്കൽ കൊണ്ടും അസ്വാജ് അധികരിക്കൽ കൊണ്ടും സ്വീപ്പാക്കിയപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഇത് നബി തങ്ങളെ പ്രത്യേകതയല്ല, മാത്രമല്ല. അബൂ സഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയാണ്, വലഖദ് കാനത ദാവൂദ് അലൈഹിസ്സലാം യതുംറാ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന് 100 ഭാര്യമാരുണ്ടായിരുന്നു. 300 അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന് 300 ഭാര്യമാരും 700
ശരീഅത്തും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റുള്ള അമ്പിയാക്കൾ എല്ലാവരും ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചവരാണ്. ചരിത്രം നോക്കിയാൽ അതറിയാം. അതെന്തിനാണ് മഹാന്മാർ ഉദ്ധരിക്കുന്നു? ദീനിൻ്റെ കാര്യങ്ങൾ സ്വജനങ്ങളുടെ ഇടയിൽ പബ്ലിക്കായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനല്ലാതെ അനുഭവിച്ചറിയേണ്ട രഹസ്യമായ കുറേ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ ഭാര്യമാർ തന്നെ വേണം. അതുകൊണ്ടാണല്ലോ മഹാന്മാർ ഐഷ റളിയല്ലാഹു അൻഹയെ പറ്റി പറയുന്നത് ഐഷ ബീവിയാണോ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയാണോ ഏറ്റവും വലിയവർ എന്നതിനുള്ള മറുപടി എന്താ? ഭൂമിയിൽ അലൽ ഇത്ലാഖ് ഏറ്റവും വലിയവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. സ്വർഗത്തിലും സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ ബീവിയാണ്. എന്നാലും സ്ഥാനം കൊള്ള നോക്കുമ്പോൾ ആയിഷ ബീവിക്കാണ് മഷയിക്കാരൻ വെച്ച് നബി തങ്ങളോട് കൂടെ സ്വകാര്യമായുള്ള ജീവിതത്തിൽ കൂടുതൽ പങ്കാളിയാവുള്ള ആയിഷ ബീവി അല്ലേ? പല ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പം അമ്പിയാക്കൾ ധാരാളം കല്യാണം കഴിക്കണം. അത് അമ്പിയ നബി തങ്ങളെ മാത്രമല്ല, ലോകത്ത് അമ്പിയാക്കളുടെ മുഴുവനും സ്വഭാവം അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ ഓരോരോ ഭാര്യമാരെയും സെലക്ട് ചെയ്യൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കലാണ്. നബി തങ്ങളുടെ കൗലുകളും പ്രവൃത്തികളും എല്ലാം വഹ്യ് മുഖേനയേ നടക്കുള്ളൂ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതിൻ്റെ ശേഷം മദീനക്കാരായ അൻസാറുകൾക്കറിയാം പ്രവാചകന്മാർക്ക് ധാരാളം വിവാഹം കഴിക്കേണ്ടതുണ്ട് എന്ന്. ഇവിടെ ദീനിൻ്റെ നിലനിൽപ്പിനത് ആവശ്യമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വകാനത്തിൽ അൻസാറു ഇദാ കാന ലി അഹദിഹിം ഐമുൻ, അൻസാറുകൾക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ ആ പെൺകുട്ടിനെ അവർ കല്യാണം കഴിക്കൂല. ഹത്താ യഅലമ ഹല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിയാ ഹാജത്തുൻ അം ലാ, ഹത്താ യഅലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആവശ്യമുണ്ടോ ഇല്ലേ എന്നറിഞ്ഞിട്ടല്ലാതെ നബി തങ്ങൾ സമ്മതം ചോദിച്ചിട്ട് നബി തങ്ങൾ കല്യാണം കഴിക്കെങ്കിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ കല്യാണം കഴിക്കുള്ളൂ. ഇബ്നു കസീർ 3457 നോക്ക്. അതുകൊണ്ട് തന്നെ എത്ര സ്ത്രീകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു വന്നിട്ട് കല്യാണാലോചന നേരിട്ടും മക്കൾക്കും നേരിട്ട് നടത്തിയ ധാരാളം സ്ത്രീകളുണ്ട്. ചരിത്രങ്ങളിൽ നോക്കിയാൽ കാണാം, ഇബ്നു കസീർ നോക്കിയാൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ, അഹ്സാബ് 50, വംറഅതൻ മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഒരു സ്ത്രീ വന്നിട്ട് നബി തങ്ങളോട് പറയാണ്, എന്നെ നിങ്ങൾ വിവാഹം ചെയ്യുമോ? ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി അനുവദിച്ചു തന്നിരിക്കുന്നു, എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. നബി തങ്ങൾക്ക് അല്ലാഹു അതാക്കി തന്നിരിക്കുന്നു. മറ്റുള്ളവർക്ക് അതങ്ങനെ പറ്റൂല. നിബന്ധനകളുണ്ട്, കടമകളുണ്ട്, പലതും ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഏറ്റവും കൂടുതൽ എനിക്ക് വെറുപ്പുണ്ടായിരുന്നത് നബി തങ്ങളുടെ അടുക്കലേക്ക് ഓരോരോ സ്ത്രീകൾ വന്നു, എന്നിട്ട് എന്നെ നിക്കാഹ് ചെയ്യണം, എന്നെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആവശ്യപ്പെട്ട ഒന്നിനെ പോലും റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 12580 ഹദീസ്, ഇബ്നു കസീർ 3466 ഇത് സംഭവമുണ്ട്. എന്താ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്നത്തുല്ലി കദാ വകദാ, എനിക്കൊരു മോളുണ്ട് നബിയെ, അവൾ വലിയ സുന്ദരിയാണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ സൗന്ദര്യം ആ ഉമ്മ വിശദീകരിക്കുകയാണ്. ഫദക്കറത്ത് മിൻ ഹുസ്നിഹാ വജമാലിഹാ, അവരുടെ സ്ത്രീ മകളുടെ അഴക് ഭംഗി വളരെ വിശദാരമായി നല്ല നിലക്ക് വിശദീകരിച്ചു കൊടുത്തു. ഈ മദീനയിൽ അത്ര ഭംഗിയുള്ള മറ്റൊരു സ്ത്രീ ഇവിടെ ഇല്ല.
ഒരു കുട്ടി ഇവിടെ ഇല്ല, അത് തങ്ങൾക്ക് വേണ്ടി ഫആസർതുക ബിഹാ, ആ സ്ത്രീ മോളെ തങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നു, അത് തങ്ങൾ ഉപയോഗിക്കണം, തങ്ങൾ അവളെ നിക്കാഹ് ചെയ്യണം. ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഖദ് ഖബിൽതുഹാ, ഞാൻ അവളെ സ്വീകരിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ ഏർപ്പാട് ചെയ്തോളാം. ഫലം തസൽ യംദഉഹാ ഹത്താ ദകറത് അന്നഹാ ലം തുസ്ത വലം തസ്തകി ശൈആ ഖത്തു. ഉമ്മ പറഞ്ഞ് മത് ഗുണം പറഞ്ഞ് അവസാനം പറഞ്ഞു, ഓക്ക് ഇതുവരെ ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല, ഒരു രോഗം അവരുടെ ശരീരത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഹജത ലീ ഫീ ഇബ്നതിക്, നിന്റെ മകൾ എനിക്ക് വേണ്ട, നീ പോ, എനിക്കത് വേണ്ട. കണ്ടോ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ മക്കളെയും കൊണ്ട് ധാരാളം സ്ത്രീകൾ, വാപ്പമാര്, ഉമ്മമാര് വന്നിരുന്നു. അതൊന്നും റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിക്കലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെ വേണം എന്നത്, കാരണം നബി തങ്ങൾക്ക് ഭാര്യമാരെ ആവശ്യമുള്ളത്, നബി തങ്ങൾക്ക് ദീനീ പ്രബോധനം, അമ്പിയാക്കളെ അള്ളാഹു അയച്ച ദീനീ പ്രബോധനത്തിനാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് അമ്പിയാക്കൾക്ക് വേണ്ടത്. അതിന് വേണ്ടുന്ന ബുദ്ധിമതികളായ വിദ്യാർത്ഥിനികളാവാൻ പറ്റുന്ന മഹത്തുക്കളെയാണ് അള്ളാഹു സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിൽ പ്രമുഖയാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു വിദ്യാർത്ഥിനിയെ സ്കൂളിൽ ചേർത്തുന്ന, മദ്രസയിൽ ചേർത്താൻ വേണ്ടി എല്ലാവരും പറയുന്നൊരു ടൈം അതേതാ, 6-7 വയസ്സ്. ആ 7 വയസ്സിൽ എന്തും മനസ്സിലേക്ക് തറക്കുന്ന പ്രായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അല്ലാഹുവിൻ്റെ റസൂലിക്ക് ഫോട്ടോ കാട്ടിക്കൊടുത്തു. ഹദീസിലുള്ളതാണ് സംഭവം. ഫോട്ടോ കാട്ടിക്കൊടുത്തതിൻ്റെ ശേഷം ആണ്, അതന്നെ 2 തവണ, അതിൻ്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസുണ്ട്, ബുഖാരി ഇമാം തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ബുഖാരിയുള്ള ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലഹാ ഉരീതുകി ഫിൽ മനാമി മർറതൈനി അറാ അന്നകി ഫീ സറകത്തിൻ വയഖൂലു ഹാദിഹി ഇംറാതുക ഫഅക്ഷിഫു ഫൈദാ ഹിയ അൻതി. ബുഖാരിയിൽ കുറേ സ്ഥലത്തുള്ള ഹദീസാണ്, ഒരു 1-2 സ്ഥലത്ത് മാത്രം നല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് നിന്നെ 2 തവണ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു, നീ ഒരു കഷ്ണം തുണിയിലാണ് നിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്, എന്നിട്ട് എന്നോട് പറയും സ്വപ്നത്തിൽ ഇത് നിങ്ങളെ ഭാര്യയാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പം നിന്റെ ഫോട്ടോമാണ്. അതിൻ്റെ ശേഷമാണ്, സെലക്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് ഒരു വിദ്യാർത്ഥിനിയെ ഒരു മുഅല്ലിമിനെ ഏൽപ്പിക്കേണ്ട പ്രായം. അത് 6-7 വയസ്സ് തന്നെയാണ്. ആ 7ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 6ാമത്തെ വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ വിവാഹം ചെയ്യുന്നു. വിവാഹം ചെയ്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലാവുമ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. നബിനെ കാണാൻ പഠിക്കാം. പിന്നീട് ഹിജ്റ വന്നു. ഹിജ്റ വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയല്ല താമസിക്കുന്നത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ തന്നെയാണ്. അവിടെ വെച്ചും പഠിക്കാനുള്ള അവസരം അവിടെയുമുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രായപൂർത്തി ആയതിൻ്റെ ശേഷം, പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോരോ പ്രായപൂർത്തിയല്ലേ. വോട്ടവകാശത്തിനക്ക് 18 വയസ്സാണ് അവർ പറയുന്നത്. എന്നാൽ അമ്പിയാക്കൾക്ക് നുബുവത്ത് ലഭിക്കാനുള്ള പ്രായപൂർത്തി 40 വയസ്സാണ്. അതുപോലെ ഓരോരോ ബിരുദം കരസ്ഥമാക്കാൻ ഇത്ര പ്രായമാവണമെന്ന് കണക്കുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾക്ക് SLC എഴുതണമെങ്കിൽ അവർക്ക് വയസ്സിൻ്റെ കണക്കുണ്ട്. ഒരു 7 വയസ്സായ ഒരാൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും അവർക്ക് MBBS എഴുതാൻ പറ്റൂല. എല്ലാം പ്രായപരിധികളുണ്ട്. എന്ന മാതിരി ഒരു മനുഷ്യനിക്ക് നിക്കാഹിനിക്ക് ഉള്ള പ്രായപരിധി വോട്ടവകാശമുള്ള പരിധിയാക്കിയേ പറ്റുമോ? അവരുടെ വളർച്ച അനുസരിച്ച് അവനിക്ക് വികാരമുണ്ടാകുന്ന അവസ്ഥ പരിഗണിച്ച്, വികാരത്തിൻ്റെ ശമനമാണ് നിക്കാഹിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന്.
ആ ഒരു വികാരമുണ്ടാകുന്ന സമയത്ത് ആ വികാരം ശമിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം നിക്കാഹ് തന്നെയാണ്. മറ്റുള്ള ബുദ്ധിശൂന്യരുടെ നിബന്ധനകളല്ല. അവിടെ നിബന്ധന എന്താ? കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ, ഔദ്യോഗിക വിവാഹം ചെയ്യണമെങ്കിൽ 18 വയസ്സാവണം, സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് 22 വയസ്സുമാവണം. അങ്ങനെയല്ലാതെ വ്യഭിചാരമായി പരസ്പര പൊരുത്തപ്രകാരം എന്തും ചെയ്യാം. കുട്ടികളുണ്ടായി അവരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. പല നാടുകളിലുമുള്ള നിയമങ്ങളാണ്. നമ്മളെ നാട്ടിൽപ്പെട്ട പല നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം അവിടെ പരിഗണിക്കുന്നത് ഒരാൾക്ക് ലൈംഗിക ശേഷി വരുമ്പോൾ, അവർക്ക് വികാരം വരുമ്പോൾ, ഗർഭധാരണത്തിനുള്ള പ്രായമാകുമ്പോൾ, അപ്പോൾ സാധാരണ മറ്റുള്ള ജീവികളെല്ലാം വിട്ടുകൊടുക്കുന്ന മാതിരി മനുഷ്യരെയും അതിനനുവദിക്കണം. അത് പഠനത്തെ ബാധിക്കൂല, ഒരു പുരോഗതിയെയും ബാധിക്കൂല. ഇതുവരെ ബാധിച്ചതുമില്ല. പെണ്ണ് കെട്ടാതെ നടന്നതായ പെണ്ണുങ്ങളോ ആണുങ്ങളോ ഏറ്റവും ഉയർന്നവനായി നടക്കുന്നില്ല. അതുപോലെ തന്നെ കല്യാണം കഴിച്ചത് കൊണ്ടോ ചെറുപ്പത്തിൽ കഴിച്ചത് കൊണ്ടോ അവരുടെ പഠനം മുടങ്ങുന്നുമില്ല. അവരുടെ ഒരു പുരോഗതി നഷ്ടപ്പെടൂല. ലൈംഗികത എന്ന് പറയുന്നത് അല്ലാഹു തആല ജന്മനാ കൊടുത്തൊരു കഴിവാണ്. അമ്പിയാക്കളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്റ വന്നു, ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ താമസമാക്കി. 2-2.5 വർഷം കഴിഞ്ഞപ്പം വലിയ പെണ്ണായി പ്രായപൂർത്തിയായി. പെണ്ണുങ്ങൾക്കുള്ള എല്ലാ സ്വഭാവങ്ങളും വന്നു, പ്രായപൂർത്തിയായി, ഹൈലുണ്ടായി. അതെല്ലാം ആയതിൻ്റെ ശേഷം സിദ്ദീഖുൽ അക്ബർ പിതാവ് വന്ന് ചോദിക്കുകയാണ്, എന്താണ് നബിയെ തങ്ങൾക്ക് തങ്ങളുടെ ഭാര്യയെ കൂടെ കൂട്ടിയാൽ എന്ന് ചോദിച്ചതിന് ശേഷം നബി തങ്ങളെ കൂടെ ഉള്ളതാരാ? സൗദ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവിന്റെ ശേഷം റസൂലുള്ളാഹി ഫാത്തിഹ കല്യാണം കഴിച്ചത് സൗദയെയാണ്. സൗദ റളിയല്ലാഹു അൻഹക്ക് നബിയേക്കാളും വയസ്സ് കൂടിയവരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വയസ്സ് കൂടിയതായ സൗദയാണ് നബി തങ്ങളെ കൂടെയുള്ളത്. സിദ്ദീഖ് അക്ബർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഭാര്യയെ കൂടെ കൂട്ടുന്നതിന്? അങ്ങനെ പിതാവിൻ്റെ വക്കൽ നിന്നുള്ള അനുമതി വന്നതിൻ്റെ ശേഷം നബി തങ്ങൾ കൂടെ കൂട്ടി. ലോകത്തിലെ ഇസ്ലാമിൻ്റെ 4/1 ലോകത്ത് പഠിപ്പിച്ച മഹദിയെ ആയിഷ റളിയല്ലാഹു അൻഹ ചരിത്ര സത്യമല്ലേ? എന്തൊരു പുരോഗതി കുറവാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് കല്യാണം കഴിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീതിബോധം, റസൂലുള്ളാഹി തങ്ങളുടെ നീതിബോധമാണ്. വഫാത്തിന്റെ തലേ വർഷം ഹിജ്റ 11-ാമത്തെ വർഷം പരിശുദ്ധ ഖുർആൻ ഓതിയും കൊണ്ട് ഭാര്യമാരെ വിളിച്ചു വരുത്തി. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് പോവാം, നിങ്ങളെ ഞാൻ ഒഴിവാക്കിത്തരാം. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, എന്തെങ്കിലും തൃപ്തി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പോവാം, ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാം. എനിക്ക് അതിൽ യാതൊരു വാശിയോ ബുദ്ധിമുട്ടോ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉപ്പമാരടുക്കലേക്ക്, പിതാക്കന്മാരടുക്കലേക്ക് പുറപ്പെടാം. വിശുദ്ധ ഖുർആനിൽ ഖിയാറിൻ്റെ ഹദീസ്, ഖിയാറിൻ്റെ ആയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്തുണ്ട്. ആ ആയത്ത് ഇറങ്ങിയത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലമാണ്. പക്ഷേ ആ ഭാര്യമാരിൽ നിന്നുള്ള ഒരാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടുപിരിയാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടുപിരിയാൻ ഒരാളും തന്നെ തയ്യാറായില്ല. യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈനാ ഉമത്തിഉകുന്ന വസരിഹുകുന്ന സറഅൻ ജമീലാ. നിങ്ങൾക്ക് ദുനിയവിയായ ജീവിതം, നിങ്ങൾക്ക് വളരെ ആഡംബരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഉണ്ടായേക്കാം, വരുക, ഞാൻ നിങ്ങളെ നല്ല നിലക്ക് ഒഴിവാക്കി തരാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വേണോ? ഞാൻ ഒഴിവാക്കാൻ തയ്യാറാണ്.
ഏതെങ്കിലും ഭാര്യമാരോ അവരുടെ കുടുംബക്കാരോ ഇത് നല്ലൊരു ചാൻസാണ്, രക്ഷപ്പെടാനുള്ള മാർഗമാണ്, രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞോ? ഒരാളും തയ്യാറായില്ല. എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളെയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു സിയാദ് എന്നവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അയ്യുന്നാസി അലം, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ള ആളാരാണ്? അപ്പൊ അവർ പറഞ്ഞു, അന്ത യാ അമീറുൽ മുഅ്മിനീൻ. മുആവിയ അമീറുൽ മുഅ്മിനീനായ സമയത്താണ് ചോദിക്കുന്നത്. സിയാദ് എന്നവർ പറയാണ്, നിങ്ങളാണ് അമീറുൽ മുഅ്മിനീൻ ഏറ്റവും വലിയ അറിവുള്ള ആള്. ഖാല അഅ്സിമു അലൈക്, ഞാൻ എന്നോട് നിർബന്ധമായി സത്യം ചെയ്ത് പറയാണ്, നീ ഉള്ളു തുറന്ന് പറയേ, ഖലീഫനെ പേടിച്ചിട്ട് എന്നെ പേടിച്ചിട്ട് സോപ്പിടാൻ വേണ്ടി പറയല്ല. ഖാല, അപ്പൊ സിയാദ് എന്നവർ പറയാണ്, അമ്മാ ഇദാ അസംത അലയ്യ ഫആയിഷ, നിങ്ങൾ എന്നോട് സത്യം ചെയ്ത് പറഞ്ഞത് കൊണ്ട് ഞാൻ തുറന്ന് പറയട്ടെ, ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ള ആൾ ആയിഷ റളിയല്ലാഹു അൻഹയാണ്.